അടുത്തതായി റീപ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് റീപ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 4 എണ്ണമാണ്. ഒന്ന്, ഹാബിറ്ററ്റ്. ഒരു ഓർഗാനിസം ജീവിക്കുന്ന അതിൻ്റെ ആ ഹാബിറ്ററ്റ് ഏത് പരിതസ്ഥിതിയിലാണ് അത് ജീവിക്കുന്ന ആ ഹാബിറ്ററ്റ്, അതിൻ്റെ എവിടെയാണോ അതിൻ്റെ വാസസ്ഥലം, സോ ആ ഹാബിറ്ററ്റ് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ബിക്കോസ് ആ ചില ഹാബിറ്ററ്റിൽ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ അത് കൂടുതലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. സോ ഹാബിറ്ററ്റ് റീപ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടറാണ് ഇൻറ്റേർണൽ ഫിസിയോളജി. ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ കാണുന്ന ഫിസിയോളജി. സോ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് റീപ്രൊഡക്ഷന് അഡാപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്നവയാണെങ്കിൽ അത് കൂടുതൽ റീപ്രൊഡക്ഷനുള്ള സാധ്യതയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയില്ല. സോ ഇൻറ്റേർണൽ ഫിസിയോളജി, അതുപോലെ ഹാബിറ്ററ്റ്. മൂന്നാമത്തെ ഫാക്ടറാണ് നോർമൽ ബോഡി ഗ്രോത്ത്. ആ ഓർഗാനിസം എത്രമാത്രം വളർന്നിട്ടാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്, എത്രത്തോളം അത് മാക്സിമം ഉണ്ടാവും, അങ്ങനെ നോർമൽ ബോഡി ഗ്രോത്ത് എത്രത്തോളം വലിപ്പമുണ്ട്, ഇതൊക്കെ ഈ റീപ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അടുത്തത് ക്ലൈമാറ്റിക് ഫാക്ടർ. ഓർഗാനിസത്തിന് റീപ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യുന്ന വേറൊന്നാണ് ക്ലൈമറ്റ്. ചില പെർട്ടിക്കുലർ ക്ലൈമാറ്റിക് ഫാക്ടറിൽ റീപ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കും, ചിലതിൽ ആ റീപ്രൊഡക്ഷൻ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ സസ്പെൻഡഡ് ആവും. സോ ക്ലൈമാറ്റിക് ഫാക്ടർ, നോർമൽ ബോഡി ഗ്രോത്ത്, ഇൻറ്റേർണൽ ഫിസിയോളജി, ഹാബിറ്ററ്റ്. ഒരു ഓർഗാനിസത്തിൻ്റെ ഹാബിറ്ററ്റ്, ഇൻറ്റേർണൽ ഫിസിയോളജി, നോർമൽ ബോഡി ഗ്രോത്ത്, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. ഇത്രയും 4 ഫാക്ടറുകൾ ഒരു ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നവയാണ്.